പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ നിലമ്പൂരിലും പരിശോധനാ വിവാദം. ഷഫി പറമ്പിൽ എംപിയും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയും സഞ്ചരിച്ച വാഹനത്തിൽ പരിശോധന നടത്തിയതാണ് വിവാദത്തിന് തിരികൊളുത്തിയത്. പരിശോധനയല്ല, അപമാനിക്കാനുള്ള ശ്രമമാണ് നടന്നതെന്ന് ഷഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും പ്രതികരിച്ചു. മലപ്പുറം ജില്ലാ കളക്ടർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. ഞങ്ങളിത് ആദ്യമായിട്ട് പൊട്ടി മുളച്ചിട്ട് MLA MP ആയതല്ല, അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. മോനാപ്പേട്ടി ഉള്ളു തുറന്നില്ല. എംപിമാരുടെ വണ്ടി മാത്രം UDFന്റെ മാത്രം. ഇന്നലെ രാത്രി വടപുറത്ത് നടന്ന പരിശോധനയുടെയും തർക്കത്തിന്റെയും ദൃശ്യങ്ങളാണിത്. മെയ് 28 മുതൽ മണ്ഡലത്തിലേക്ക് വരുന്ന എല്ലാ വാഹനങ്ങളും അതിർത്തിയായ വടപുറത്ത് വെച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക സ്ക്വാഡ് പരിശോധിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി 10 മണിയോടെ എത്തിയ ജനപ്രതിനിധികളുടെ വാഹനം സംഘം തടഞ്ഞു. ഷാഫി പറമ്പിലാണ് വാഹനം ഓടിച്ചിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലും ഇതിലുണ്ടായിരുന്നു. പെട്ടി പരിശോധിച്ചെങ്കിലും വസ്ത്രങ്ങളും പുസ്തകങ്ങളുമാണ് ഉണ്ടായിരുന്നത്. അപമാനിക്കുന്ന രീതിയിലാണ് ഉദ്യോഗസ്ഥർ പെരുമാറിയതെന്ന് ഷാഫി പറമ്പിൽ. പൂർണ്ണമായും ആ പരിശോധനയായിട്ട് സഹകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ അവിടെ വണ്ടി നിർത്താതെ പോയിട്ടില്ല, വണ്ടി നിർത്തിയിട്ടുണ്ട്, ഡിക്കി തുറക്കാതിരുന്നിട്ടില്ല, പെട്ടി പുറത്തെടുക്കാതിരുന്നിട്ടില്ല, പെട്ടി തുറക്കാതിരുന്നിട്ടില്ല, എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഇന്റൻഷൻ എന്താണ് എന്നുള്ളത് സ്വാഭാവികമായും ആ സമയത്തൊരു സംശയം തോന്നി. MP-യുടെ മുഖത്തേക്ക് ടോർച്ച് അടിക്കുന്നു. ഓക്കെ, ആയിക്കോട്ടെ. എന്നിട്ട് ടോർച്ച് വെച്ചിട്ട് തന്നെ ഒരു വാക്കുപോലുമില്ല, ടോർച്ച് വെച്ചിട്ട് തന്നെ വളരെ ഇൻസൾട്ടിംഗ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറയുന്നു. പെട്ടിയെടുത്ത് വെളി വെക്കാൻ പറയുന്നു, പെട്ടിയെടുത്ത് വെളി വെക്കുന്നു. അത് കഴിയുമ്പോൾ തിരിച്ചെടുത്ത് വെക്കാൻ പറയുന്നത് അത് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് പരിശോധിക്കാൻ വേണ്ടിയിട്ടല്ല. ഞങ്ങളങ്ങനെ സൂചിപ്പിക്കാൻ വരണ്ട, അതിന്റെ കൈ വെച്ചിരുന്നാൽ മതി. അങ്ങനെ സൂചിക്കുന്ന ആളുകളും അല്ല കേട്ടോ. നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം, അത് തരാം കേട്ടോ. സർവീസിനുള്ള പാരിതോഷികം നൽകുമെന്ന് ഉദ്യോഗസ്ഥരോട് രാഹുലിന്റെ ഭീഷണി. അതേസമയം ഈ വടപുറത്ത് 24 മണിക്കൂറും വാഹന പരിശോധന നടക്കുന്നുണ്ട്. ജനപ്രതിനിധികളുടെയും നേതാക്കളുടെയും ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളും പരിശോധിക്കുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ 24-നോട്. സംശയാസ്പദമായ സാഹചര്യത്തിൽ മാത്രമേ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുള്ളൂ. നോർമൽ കണ്ടീഷനിൽ വാഹനം തുറന്ന് പരിശോധിച്ച് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കും. ഇന്നിപ്പോ രാവിലെ കെ രാധാകൃഷ്ണൻ MPയുടെ പരിശോധിച്ചിട്ടുണ്ട്. അതുപോലെ അബ്ദുൽ വഹാബ് MPയുടെ വാഹനവും പരിശോധിച്ചിട്ടുണ്ട്. പിന്നെ ഒരു മജിസ്ട്രേറ്റിന്റെ വാഹനം പോയത് പരിശോധിച്ചിട്ടുണ്ട്. മന്ത്രി V അബ്ദുറഹ്മാന്റെയും PK ബിജുവിന്റെയും ഉൾപ്പെടെയുള്ള വാഹനങ്ങളും പരിശോധിച്ചു. മലപ്പുറം ജില്ലാ കളക്ടർ തിരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് നൽകി. സാധാരണ പരിശോധനയാണ് നടന്നതെന്നും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ടീം 24 നിലമ്പൂർ.